വെൽക്കം, താഹിമോനാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാർബിച്ചുറേറ്റ് പോയ്സണിങ്ങിനെ കുറിച്ചിട്ടാണ്. ബാർബിച്ചുറേറ്റ്സ് പണ്ടേയുള്ള മരുന്നാണ്. സെഡേറ്റീവ് ഹിപ്നോട്ടിക് വിഭാഗത്തിലും ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് വിഭാഗത്തിലും പെടുത്താവുന്ന മരുന്നാണ്. പക്ഷേ ഇപ്പോൾ അധികം ഉപയോഗം പണ്ടത്തേതുപോലെ ഇല്ല. പ്രധാനമായിട്ടും നിയോനേറ്റൽ എപ്പിലെപ്സിയിലൊക്കെയാണ് ഉപയോഗിക്കുക. എങ്കിലും ഈ മരുന്നുകൾക്ക് ബാർബിച്ചുറേറ്റ്സിന് വില കുറവാണ് എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് പല തേർഡ് വേൾഡ് കൺട്രീസിൽ ഇപ്പോഴും വൈഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങിപ്പോവുകയും ചെയ്യും. GTCSലും ഉപയോഗിക്കാറ്. ദെൻ ഇതൊരു ഹൈലി അഡിക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ് ആണ്. ലോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള ഒരു മരുന്ന് കൂടിയാണ് ബാർബിച്ചുറേറ്റ്സ് വിഭാഗം മരുന്നുകൾ. ഇതൊരൊറ്റൊരു മരുന്നല്ല, ഒരു വിഭാഗം മരുന്നുകളാണ്. ഈ ബാർബിച്ചുറേറ്റ് പോയ്സണിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ ഒരു ഫേമസ് ഫിലിം സ്റ്റാർ മെർലിൻ മൺറോയെ കുറിച്ചിട്ടാണ്. മെർലിൻ മൺറോയുടെ മരണകാരണം ബാർബിച്ചുറേറ്റ് ആൽക്കഹോൾ പോയ്സണിംഗ് ഒക്കെ ആയിരുന്നല്ലോ എന്നാണ് പറയപ്പെടുന്നത്. സോ ആദ്യത്തെ പോയിന്റ്, വൈ ടോക്സിസിറ്റി ഉണ്ടാവും, എന്തുകൊണ്ട് ടോക്സിറ്റി ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇറ്റ് മേ ബി സൂയിസൈഡൽ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി കരുതിക്കൂട്ടി മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഓർ ഹോമിസിഡൽ, കൊല്ലാനായിട്ട് മറ്റൊരാളെ കൊല്ലാനായിട്ട് ഈ മരുന്ന് കൊടുത്ത് കൊല്ലാം എന്ന് വിചാരിക്കും ആൾക്കാർ, അങ്ങനെ കൊടുക്കപ്പെടുന്നവർ, അങ്ങനെ കഴിക്കപ്പെടുന്നവരുണ്ട്. മൂന്നാമത്തത് ആക്സിഡന്റൽ ആണ്. ആക്സിഡന്റൽ മരണകാരണമാവുന്നത് അപൂർവമാണ്, എങ്കിലും ഡ്രഗ് ഓവർ ഡോസേജ് മൂലം ഈ മരുന്നിന് ഓട്ടോമാറ്റിസിറ്റി ഉണ്ടാക്കാം. സോ ഓട്ടോമാറ്റിസിറ്റി ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ മരുന്ന് അമിതമായ തോതിൽ എത്തുമോ എന്ന് സംശയമാണ്. എങ്കിലും ദീസ് ആർ ദ 3 റീസൺസ്. ആൻഡ് ടോക്സിറ്റി ഉണ്ടാക്കുന്ന ഡോസ് ഓർ ഫാറ്റൽ ഡോസ് എന്നാണ് പറയാം. ഫാറ്റൽ ആകുന്ന ഡോസ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണം ഫിനോബാർബിറ്റോൺ ലോങ് ആക്ടിംഗ് ബാർബിച്ചുറേറ്റ്സ് ആണ്. അതിന് ഒരു 6 to 10 ഗ്രാംസ് വരെയാണ് ടോക്സിറ്റി ഉണ്ടാകും, ഫാറ്റാലിറ്റി ഉണ്ടാകും. ഇപ്പോൾ ഇന്റർമീഡിയറ്റ് ആക്ടിംഗ് ആയിട്ടുള്ള അമോബാർബിറ്റോൺ ഓർ പെൻറ്റോബാർബിറ്റോൺ ഓർ സിക്കോബാർബിറ്റോൺ ഇങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ 2 to 3 ഗ്രാംസ് മതി. ദെൻ ബ്ലഡ് ലെവൽസ്, ലീതൽ ബ്ലഡ് ലെവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷോർട്ട് ഇന്റർമീഡിയറ്റ്, ഐ മീൻ അമോ, പെൻറ്റോ, സിക്കോ പോലെയുള്ളവയ്ക്ക് 3 to 4 milligram per 100 ml ബ്ലഡിൽ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ലീതൽ ബ്ലഡ് ലെവലാണ്. ഫിനോബാർബിറ്റോൺ ആണെങ്കിൽ ഫിനോണിൽ ഏറ്റവും വൈഡായിട്ട് യൂസ് ചെയ്യാം, 8 to 15 milligram per 100 ml. സോ ഇതൊക്കെയാണ് അതിൻ്റെ ഡോസ് ലെവൽസ്. ഇനി മരുന്നിന്റെ ഫാർമക്കോളജിക്കൽ എഫക്ട് നമുക്കറിയാം. ജസ്റ്റ് എന്ന് പറഞ്ഞേക്കാം, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എന്തുണ്ടാകുന്നു, അത് സെഡേറ്റീവ് ആണ്. ദെൻ സ്ലീപ്പ് ഉണ്ടാകുന്നു. സ്ലീപ്പിന് ശേഷം അത് അനസ്തെറ്റിക് ആകുന്നു. ദെൻ ഇറ്റ് ലീഡ്സ് ടു കോമ. സോ ഇതാണ് അതിൻ്റെ പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ദെൻ മരുന്ന് റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാക്കും. റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാവാൻ കാരണം ന്യൂറോജനിക് ഡ്രൈവ് ആയിരിക്കാം, ഓർ ഇറ്റ് ക്യാൻ ബി കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസ് ചെയ്യുന്ന മൂലമുള്ള ഹൈപ്പർ കാപ്നിക് ഡ്രൈവ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓക്സിജൻ കുറയുന്നത് മൂലമുള്ള ഹൈപ്പോക്സിക് ഡ്രൈവ്. സോ ഇങ്ങനെയൊക്കെ കൊണ്ടിട്ട് റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാക്കും. ദെൻ ടോക്സിക് ഡോസിൽ BP വിൽ ഫോൾ, BP താഴത്തേക്ക് പോകും. BP ഫോൾ ചെയ്യാനായിട്ട് ഗാംഗ്ലിയൺ ബ്ലോക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ വാസോമോട്ടോർ സെന്ററിന്റെ ഡിപ്രഷൻ ആയിരിക്കാം, ഓർ ഈവൻ ഇറ്റ് ക്യാൻ ആക്ട് ഡയറക്ട്ലി ഓൺ ഹാർട്ട്, ഹൃദയത്തിൽ നേരിട്ട് ആക്ട് ചെയ്ത്. ദെൻ ദിസ് ക്യാൻ ഡിക്രീസ് യൂറിൻ ഫ്ലോ, യൂറിൻ കുറയ്ക്കാം. സോ ഡിക്രീസിങ് BP മൂലവും യൂറിൻ ഫ്ലോ കുറയുന്നുണ്ട്. ദെൻ ഇൻക്രീസിങ് ADHന്റെ എമൗണ്ട് കൂടുക, ADHന്റെ എമൗണ്ട് കൂടുകയും, അല്ലെങ്കിൽ BP ഫോൾ ചെയ്യുമ്പോഴാണ് യൂറിൻ ഫ്ലോ ഒക്കെ തടസ്സപ്പെടുന്നത്. സപ്പോസ് ബാർബിച്ചുറേറ്റ്സിന്റെ പോയ്സണിങ് ഉണ്ടായി, ടോക്സിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ വാട്ട് ആർ ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ രോഗിയിൽ കാണുന്ന ഫീച്ചേഴ്സ് ബാർബിച്ചുറേറ്റ് പോയ്സണിങ് ക്ലിനിക്കൽ ഫീച്ചർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1, ദ പേഷ്യൻറ്റ് ബിക്കം ഫ്ലാബി, ഒരു ഫ്ലാബി ആയിട്ടായിരിക്കും പേഷ്യൻ്റ് ഇരിക്കുക. സ്ലേർഡ് സ്പീച്ച്, സംസാരം ക്ലിയർ അല്ല. അറ്റാക്സിയ മീൻസ് ഗേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആള് വീഴാനൊക്കെ പോകുന്നത് പോലെ. ദെൻ മെന്റൽ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. ദെൻ സിവിയർ ഹെഡ് ഏക്ക് ഒക്കെ ഉണ്ടായിരിക്കും. അത് ആള് ടോക്സിറ്റിയിൽ നിൽക്കുകയാണ്, മീൻസ് കോമയിൽ എത്തിയിട്ടില്ല എന്നുള്ള കണ്ടീഷൻസിലാണ് ഈ സംഭവം. ദെൻ CNS ഡിപ്രഷൻ കൂടിയിട്ട് ദ പേഷ്യന്റ് വിൽ ലീഡ് ടു കോമയിലേക്ക് പോകും. ദെൻ കോമ ആൻഡ് ദെൻ ഷോക്ക്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകാം. ദെൻ കണ്ണിന്റെ ഒരു പ്രത്യേക ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം കൺസ്ട്രിക്റ്റഡ് പീപ്പിൾ ആയിരിക്കും. ദെൻ പിന്നീട് അത് ഡയലേറ്റഡ് ആകും. ഡയലേറ്റഡ് ബിക്കോസ് ഓഫ് ഹൈപ്പോക്സിയ വരുമ്പോഴത്തേക്കും വീണ്ടും അത് ഡയലേറ്റഡ് ആയിരിക്കും. ദെൻ ബോഡി ടെമ്പറേച്ചർ ഹൈപ്പോതെർമിയ ആയിരിക്കും, ബോഡി ടെമ്പറേച്ചർ ഒക്കെ ഫോൾ ചെയ്യും. ദെൻ ഇതിന് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പ്രത്യേകത, വളരെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയാനുള്ളത് ക്യൂട്ടേനിയസ് ബുള്ളെ എന്ന് പറയുന്നതാണ്. ക്യൂട്ടേനിയസ് ബുള്ളെ അല്ലെങ്കിൽ ബാർബ് ബേൺസ് എന്നും വിളിക്കും. ബാർബിച്ചുറേറ്റ്സ് ആണ് ബാർബ് ബേൺ. സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു ബേണിംഗ് ലൈക്ക് അതേപോലെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കും അയാൾ വിളിക്കുക. ചർമ്മത്തിൽ തടിപ്പ്, പ്രത്യേകിച്ച് കൈകളിലൊക്കെ ആയിരിക്കും കൂടുതൽ. കൈകളിലും പ്രഷർ പോയിന്റ്സുകളിൽ ഒക്കെ കൂടുതലായിട്ട് ഈ ക്യൂട്ടേനിയസ് ബുള്ളെ നമുക്ക് കാണാനായിരിക്കും. ബുള്ളസ് സ്കിൻ ലീഷൻസ് എന്നും നമ്മൾ അതിന് പറയും. സോ ദിസ് വെരി ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബാർബിച്ചുറേറ്റ് പോയ്സണിങ്.
ദെൻ ഹൈപ്പോടെൻഷൻ, BP ഫോൾ ചെയ്തിട്ടുണ്ടായിരിക്കും, ഹൈപ്പോടെൻഷൻ കാണാം. ദെൻ മരണകാരണം ആവുന്നത് റെസ്പിറേറ്ററി ഡിപ്രഷനാണ്. റെസ്പിറേറ്ററി ഡിപ്രഷനാണ് മരണ കാരണമാവുന്നത്, അലോങ് വിത്ത് കാർഡിയോവാസ്കുലാർ കൊളാപ്സും കൂടി വരുമ്പോഴത്തേക്കുമാണ് രോഗി മരിക്കുക. ദെൻ ചിലപ്പോഴെങ്കിലും ഡിലേഡ് ഡെത്ത് ഉണ്ടാകാം പിന്നീട്. അത് വരുന്നത് പൾമോണറി എഡീമ അല്ലെങ്കിൽ സെറിബ്രൽ എഡീമ ഇങ്ങനെയൊക്കെ വന്നതിന് ശേഷം രോഗി അവസാന മരണത്തിന് കീഴടങ്ങുന്ന കുറച്ചും കൂടി വൈകിയുള്ള ഡിലേഡ് ഡെത്ത് കൂടി ഉണ്ടാകാം. ദെൻ ബാർബിച്ചുറേറ്റ്സ് സ്ഥിരമായിട്ട് കഴിച്ചാൽ ക്രോണിക് ടോക്സിറ്റിയും ഉണ്ടാകാട്ടോ. ക്രോണിക് ടോക്സിറ്റി നമ്മളതിപ്പോൾ പറയുന്നില്ല, നമ്മൾ അക്യൂട്ട് ടോക്സിറ്റിയാണ് പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദെൻ ഇതെങ്ങനെ ഡയഗ്നോസിസ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്ലാസ്മ ലെവൽ, മരുന്നിന്റെ പ്ലാസ്മ ലെവൽ എത്രയാണ് എന്ന് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ആ ലെവലുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോക്സിറ്റി ഉണ്ടാക്കാം. ദെൻ ക്യാൻ ഗോ ഫോർ EEGയിലുള്ള അബ്നോർമാലിറ്റീസ് നോക്കണം. ദെൻ 8 milligram per above, 8 milligram per 100 ml ആണ്. എബവ് ഒക്കെ ആണെങ്കിൽ കോമ സ്റ്റേജിലായിരിക്കും മിക്കവാറും രോഗി. ദെൻ ടോളറൻസ് ഇല്ലാത്തവരിൽ, മരുന്ന് സ്ഥിരമായിട്ട് കഴിച്ച് ടോളറൻസ് ഇല്ലാത്തവരിലാണെങ്കിൽ 2 to 3 milligram per deciliter ഒക്കെ ആകുമ്പോഴത്തേക്കും CNS ഡിപ്രഷൻ ഉണ്ടാകും. ടോളറൻസ് സ്ഥിരം മരുന്ന് കഴിക്കുന്ന ആൾക്കാരിൽ ഇത്രയും ഡോസ് ഒന്നും പോരാ, കൂടുതൽ ഡോസ് വേണ്ടി വരും. വൺസ് ഡയഗ്നോസ് ടു മാനേജ് ദ പേഷ്യന്റ്. എങ്ങനെയാണ് മാനേജ്മെന്റ് എന്ന് ചോദിച്ചാൽ സാധാരണ ടോക്സിക് എഫക്ട് തുടങ്ങുന്നത് വിത്തിൻ 2 hours, 2 മണിക്കൂറിനകം തന്നെ ടോക്സിറ്റി, ഈ മരുന്നിന്റെ ഓവർഡോസ് കഴിഞ്ഞിട്ട് ടോക്സിറ്റി ഉണ്ടാകും, ടോക്സിക് എഫക്ട് സ്റ്റാർട്ട് ചെയ്യും. സോ ഫസ്റ്റ് സിംറ്റോമാറ്റിക് മാനേജ്മെന്റ് ആണ്, എന്തൊക്കെയാണ് കാണുന്നത് എന്നനുസരിച്ച് മാനേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ്. സപ്പോർട്ടീവ് മെഷേഴ്സ് ആണ് ആദ്യത്തെ. എയർവേ, ബ്രീത്തിങ് ഒക്കെ കറക്റ്റ് ആക്കുക. ഓക്കെ, അത് പേറ്റന്റ് ആക്കുക. ദെൻ സർക്കുലേഷൻ ക്ലിയർ ആക്കുക. IV ഫ്ലൂയിഡ്സ് കൊടുക്കുക ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ. നോർമൽ പ്രൊസീജിയർ ആണ് ഏതൊരു ടോക്സിറ്റിയിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ്. ഹൈപ്പോടെൻഷൻ ഉണ്ടെങ്കിൽ IV സലൈനോ അതർ ഫ്ലൂയിഡ്സ്. സലൈനും ഫ്ലൂയിഡ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ട്രെൻഡലൻബർഗ് പൊസിഷനിലായിരിക്കും. ട്രെൻഡലൻബർഗ് പൊസിഷൻ എന്ന് വെച്ചാൽ കാലൊക്കെ ഉയർത്തി വെച്ചിട്ട് വേണം കൊടുക്കാൻ. ദെൻ രണ്ടാമത്തെ ജനറൽ മാനേജ്മെന്റ് കഴിഞ്ഞു, സപ്പോർട്ടീവ് മെഷേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ വി ഹാവ് ടു ഡീകണ്ടാമിനേറ്റ് എന്ന് വെച്ചാൽ അയാളുടെ ശരീരത്തിൽ ഇനി എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് കളയുക എന്നുള്ള ഡീകണ്ടാമിനേഷൻ ബൈ ഗ്യാസ്ട്രിക് ലാവേജ്. വയർ കഴുകുക എന്നായിരിക്കും നമ്മൾ അതിന് പറയാം. സ്റ്റൊമക് വാഷ്. സോ സ്റ്റൊമക് വാഷ് പറയുന്നത് വിത്തിൻ 1 hour ആണെങ്കിലാണ് ഇത് ചെയ്യേണ്ടത് എന്നാണ് പ്രധാനപ്പെട്ട ഇന്ത്യൻ ടോക്സിക്കോളജി അസോസിയേഷൻ ഒക്കെ പറയുന്നത്. ദെൻ പുസ്തകത്തിൽ കാണുന്നത് 18 to 24 hours വരെ ചെയ്യാം, അതിന് ശേഷം ചെയ്തിട്ട് വലിയ കാര്യമില്ല എന്നാണ് പറയുന്നത്. സോ യു ക്യാൻ ഗിവ് ആക്ടിവേറ്റഡ് ചാർക്കോൾ ആയിരിക്കും കൊടുക്കുക. ആക്ടിവേറ്റഡ് ചാർക്കോൾ സാധാരണ 1 gram per kilogram ഓറൽ കൊടുക്കാം. ഇത് തന്നെ ലൈഫ് ത്രെട്ടനിങ് കഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്നും ഒരു പറയുന്നുണ്ട്, അതാണ് ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ദെൻ ചാർക്കോൾ തന്നെ മൾട്ടി ഡോസ് ചാർക്കോൾ ഇതുണ്ട്, മൾട്ടി ഡോസ് പല തവണയായിട്ട് കൊടുക്കുന്ന രീതിയുമുണ്ട്. എങ്ങനെയായാലും വാട്ട് വേ ടു ഡു ഇസ് ടു ഗ്യാസ്ട്രിക് ലാവേജ്. മിക്കവാറും ഈ മരുന്നുകൾ ഓറലായിട്ടായിരിക്കും കഴിക്കുക, അതുകൊണ്ടാണ് ഗ്യാസ്ട്രിക് ലാവേജ് ചെയ്യണം എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ്. ദെൻ രണ്ടാമത്തെ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ആൽക്കലൈൻ ഡയൂറസിസ് ആണ്. ഫോഴ്സ്ഡ് ആൽക്കലൈൻ ഡയൂറസിസ് നമുക്കറിയാം ഇതെല്ലാം ബാർബിച്യൂറിക് ആസിഡ് ഡെറിവേറ്റീവ്സ് ആണ്. സോ ദ ഡ്രഗ് ഈസ് ആൻ ആസിഡ് ആയതുകൊണ്ട് നമുക്ക് ശരീരത്തിൽ നിന്ന് മാറ്റണമെങ്കിൽ, കിഡ്നിയിലൂടെ ഇത് മാറ്റണമെങ്കിൽ മേക്ക് ദ യൂറിൻ ആൽക്കലൈനൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് കൂടുതൽ അതിലൂടെ നഷ്ടപ്പെട്ടു പോകും. സോ നമ്മുടെ കയ്യിലുള്ള മരുന്ന്, പ്രധാനപ്പെട്ട മരുന്ന് എന്ന് വെച്ചാൽ സോഡിയം ബൈകാർബണേറ്റ് ആണ്. സോഡിയം ബൈകാർബണേറ്റ് ആണ് നമ്മൾ യൂറിൻ ആൽക്കലനൈസർ ആയിട്ട് ഉപയോഗിക്കുക. സോ യൂറിൻ ആൽക്കലൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കിഡ്നിയിലൂടെയുള്ള എലിമിനേഷൻ വർദ്ധിക്കും. ഓക്കെ, സോ ഇത് കൊടുക്കുന്നതിനൊപ്പം ഫ്രൂസിമൈഡ് കൂടി കൊടുക്കുക. ഫ്രൂസിമൈഡ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് യൂറിൻ ഫ്ലോ ഉണ്ടായിരിക്കും. ദെൻ ഓൾസോ വി ഹാവ് ടു ഗിവ് പൊട്ടാസ്യം ഒരു 20 milli equivalent per liter കൂടി ഇതിനോടൊപ്പം കൊടുക്കുക. ദെൻ ചില പേഷ്യന്റിൽ ഹൈപ്പോക്കലീമിയ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ റീനൽ ഇമ്പയർമെന്റ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ള ആൾക്കാരിൽ നമുക്ക് ഫോഴ്സ്ഡ് ആൽക്കലൈൻ ഡയൂറസിസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ ഫോഴ്സ് ആൽക്കലൈൻ ഡയൂറസിസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റിപ്പീറ്റ് ഇറ്റ് എവറി 2 to 4 hours. സോ ഓരോ സൈക്കിൾ 1 hour ഉള്ള സൈക്കിളായിരിക്കും. അത് എല്ലാ 2 to 4 മണിക്കൂർ 24 hours 24 മണിക്കൂർ വരെ ആക്കിയിട്ട് നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. ദെൻ ഇപ്പോൾ ആൽക്കലൈൻ ഡയൂറസിസ് പറ്റില്ല, ഇങ്ങനെ പറ്റാത്ത ആൾക്കാരിൽ എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ ഹീമോ ഡയാലിസിസ് ചെയ്യാം. ഓക്കെ, സിവിയർ ഇൻടോക്സിക്കേഷനിൽ നമുക്ക് ഹീമോ ഡയാലിസിസും അല്ലാതെയും ചെയ്യാം. സോ ഫിനബാർബിറ്റൂറിക് പോലുള്ളവ നമുക്ക് റിമൂവ് ചെയ്യാം, ബിക്കോസ് ദിസ് ഈസ് വിത്ത് പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട് ആണ് ഈ ഡ്രഗ്. സോ അതുകൊണ്ട് ബ്ലഡിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. ദെൻ എന്തെങ്കിലും സ്പെസിഫിക് ആന്റിഡോട്ട്സ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് നോ ആന്റിഡോട്ട്. ഇതിന് ആന്റിഡോട്ട് ഒന്നുമില്ല. ബെൻസോഡൈസപ്പിൻസ് ആണെങ്കിൽ നമുക്ക് ഫ്ലുമാസിനിൽ കൊടുക്കായിരുന്നു, ഇതിന് ദർ ഈസ് നോ സ്പെസിഫിക് ആന്റിഡോട്ട്. ദെൻ റെസ്പിറേറ്ററി സ്റ്റിമുലൻസ് ആയിട്ട് പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടിരുന്ന ബെമിഗ്രൈഡ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്.
ദെൻ ഡോക്സാപ്രാം എന്ന് പറയുന്ന മരുന്ന്. സോ ഇതെല്ലാം ചിലപ്പോഴൊക്കെ അപൂർവമായിട്ട് വേണമെങ്കിൽ റെസ്പിറേറ്ററി സ്റ്റിമുലൻസ് ആയിട്ട് ഉപയോഗിക്കാം. പക്ഷേ പിക്രോടോക്സിൻ ബൈൻഡിങ് സൈറ്റിലാണോ, സോ അത് മാറ്റാനായിട്ട്. ബട്ട് ഇതൊന്നും ഇപ്പോൾ അഡ്വൈസ് ചെയ്യുന്നില്ല. ദീസ് ആർ നോട്ട് അഡ്വൈസ്ഡ്. സോ ഇത്രയാണ് നമുക്ക് ബാർബിച്ചുറേറ്റ് പോയിസണിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ദെൻ പോസ്റ്റ്മോർട്ടം തിങ്സും നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് വിടുകയാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബാർബിച്ചുറേറ്റ്സിനെ കുറിച്ചുള്ള വീഡിയോ വേറൊരു സെപ്പറേറ്റ് വീഡിയോ നമുക്ക് കാണാം.